ഓം. പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 87 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു. തനിയെ ഇതൊക്കെയുമുണ്ട്, തമ്മിൽ ഓരോ ഇനം ഇതരങ്ങളിലില്ല ഇപ്രകാരം. തനു മുതലായത് സത്തുമല്ല, ഓർത്താൽ അനൃതവുമല്ലത് അവാച്യമായിടുന്നു. തനിയെ ഇതൊക്കെയുമുണ്ട്, തമ്മിൽ ഓരോ ഇനം ഇതരങ്ങളിലില്ല ഇപ്രകാരം. തനു മുതലായത് സത്തുമല്ല, ഓർത്താൽ അനൃതവുമല്ല അത് അവാച്യമായിടുന്നു. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. തനിയെ ഇതൊക്കെയുമുണ്ട്. ഓരോരോ വസ്തുക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്തു നോക്കിയാൽ ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. തമ്മിൽ ഓരോ ഇനം, തമ്മിൽ ഒരിനം, ഇതരങ്ങളിലില്ല, മറ്റൊരിനത്തിൽ ഇല്ല. ഇപ്രകാരം, ഇതുപോലെ. തനു മുതലായത്, ശരീരം മുതലായവ സത്തയുള്ളതല്ല, ഓർത്താൽ, പരിശോധിച്ചു നോക്കിയാൽ, അനൃതവുമല്ല, അവ ഇല്ലാത്തതുമല്ല, അത് അവാച്യമായിടുന്നു, അത് വാക്കുകൊണ്ടു മൊഴിയാനാവാത്തതാകുന്നു. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ഓരോരോ വസ്തുക്കളെ ഒറ്റയ്ക്ക് എടുത്തു നോക്കിയാൽ ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. തമ്മിൽ ഒരിനം, മറ്റൊരിനത്തിൽ ഇല്ല. ഇതുപോലെ ശരീരം മുതലായവ സത്തയുള്ളതല്ല, പരിശോധിച്ചു നോക്കിയാൽ അവ ഇല്ലാത്തതും അല്ല, അതുകൊണ്ട് അത് വാക്കുകൊണ്ടു മൊഴിയാൻ ആവാത്തതാകുന്നു. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് പോകാം. ഓരോന്നിനെയും എടുത്തു നോക്കിയാൽ എല്ലാറ്റിനും ഉണ്മയുണ്ട്. ഇപ്പോൾ ഓരോ വസ്തുക്കളെ എടുത്തു നോക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം ഉണ്മയുണ്ട്. ഇപ്പോൾ തേങ്ങയുണ്ട്, അല്ലേ? തേങ്ങ ഉള്ളതാണ്. മാങ്ങയുണ്ട്, പശുവുണ്ട്, നായയുണ്ട്, മഴയുണ്ട്, വെയിലുണ്ട്. എന്നാൽ വെയിൽ ഇല്ലെന്നു പറയാൻ നമുക്ക് കഴിയുന്നില്ല. മാങ്ങ ഇല്ലെന്നു പറയുവാനും നമുക്ക് കഴിയുന്നില്ല. എന്നാൽ പശുവിൽ കുതിരയില്ല, അല്ലേ? പശുവുണ്ട്, എന്നാൽ പശുവിൽ കുതിരയില്ല. പശു ഒരു ഇനമാണ്, കുതിര വേറൊരു ഇനമാണ്. ഒന്നിൽ വേറൊന്നിൻ്റെ ഇല്ലായ്മ വരുന്നതുകൊണ്ട് ശരീരം സത്താണെന്ന് പറയാൻ കഴിയാത്തത്. സത്താണെങ്കിൽ എവിടെയും എല്ലായ്പ്പോഴും അവയുണ്ടായിരിക്കണം. സത്തയ്ക്ക് ഇല്ലായ്മയില്ല, അതുപോലെ തന്നെ സത്തയ്ക്ക് ഇനവും ഇല്ല. സത്ത എന്ന് പറയുന്നത് സമാനാധികരണമാണ്. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന ശരീരങ്ങൾ ഇല്ലായ്മയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്നതിനാൽ, നശിച്ചു പോകുന്നതിനാൽ അവയ്ക്ക് സ്വയം ഉണ്മയില്ല എന്നു പറയാൻ കഴിയും. എന്നാൽ അവയെ പൂർണ്ണമായും ഇല്ല എന്നു പറയാനും ആവുന്നില്ല. ഒരു ഉദാഹരണം പറയാം. നല്ല തണുപ്പുള്ള രാത്രിയിൽ കമ്പിളി പുതപ്പ് കൊണ്ട് പുതയ്ക്കുമ്പോൾ തണുപ്പ് അകന്നു പോകുന്നു, അല്ലേ? അപ്പോൾ നല്ല ചൂട് കിട്ടുകയും ചെയ്യുന്നു. കമ്പിളി ഇല്ല എന്നു പറയുവാൻ കഴിയുന്നില്ല. കമ്പിളിക്ക് വ്യാവഹാരികമായ അസ്ഥിതയുണ്ട്, അതുകൊണ്ട് അത് അനൃതവുമല്ല. ശരീരങ്ങളുടെ ലോകത്തിൽ ഒരു തരം അനിർവചനീയത തങ്ങി നിൽക്കുന്നുണ്ട്. എന്തെടുത്താലും ഉണ്ടെന്നും ഇല്ലെന്നും ഒരേ സമയം പറയാൻ കഴിയും. ഉണ്ടെന്നും ഇല്ലെന്നും ഒരുമിച്ച് പറയുന്നത് ഒരു വൈരുദ്ധ്യമാണ്. നമുക്കൊരു ശരിയായ വീക്ഷണകോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം ജനിക്കുന്നത്. ആത്മസ്ഥിതനായ ഒരുവന് ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഉണ്മയും ഇല്ലായ്മയും വലിയൊരു ഉണ്മയിൽ നടക്കുന്ന ഏറിമറി തിരിയലാണ്. അത് തിരിച്ചറിയണം നാം ഓരോരുത്തരും. അവാച്യമായ ഒന്നാണ് ഈ ലോകം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 88 മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരു ഓം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.